ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഒരു മണൽ തരി എറിഞ്ഞു പോലും നോവിക്കാൻ അനുവദിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ നാടിന്റെ തെരുവുകളിൽ സമര വളണ്ടിയർമാരായി നിലയുറപ്പിക്കുന്നതിനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കേരളത്തെ പുറകോട്ടു നടത്തിയവർക്കല്ല, കേരളത്തെ കൈപിടിച്ചുയർത്തിയവർക്ക്, കേരളത്തെ കരുത്തോടെ മുന്നോട്ട് നയിച്ചവർക്ക്, ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യന്റെയും കണ്ണീരൊപ്പുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ദൗത്യം എന്ന് പ്രഖ്യാപിച്ചവർക്ക്, മതവർഗീയതയോട് സന്ധിയില്ലെന്ന് പ്രഖ്യാപിച്ചവർക്ക്, മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം, കലർപ്പില്ലാതെ തൊട്ടപ്പുറത്തിരിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കേണ്ടുന്നതിന്റെ രാഷ്ട്രീയം ഈ നാടിനോട് ആവർത്തിച്ച് സമ്മതിച്ചുകൊണ്ടിരിക്കാൻ നമുക്കേ സാധ്യമാകൂ എന്നുള്ളത് കൊണ്ട് ഈ നാടിനെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൊട്ടേഷൻ എടുത്ത ഒരു കൂട്ടത്തെയും മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ ദൗത്യമാണ്. നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന ആശയം തന്നെ വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി പോരടിച്ച നമ്മുടെ പൂർവികർ, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി രക്തസാക്ഷിത്വം വരിച്ച മനുഷ്യർ, സ്വതന്ത്ര ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന വിശാല കാഴ്ചപ്പാടിന്റെ പുറത്ത് രാജ്യത്തിന്റെ ഭരണഘടന നിർമ്മിച്ച മനുഷ്യർ, ഇവരെല്ലാം സ്വപ്നം കണ്ടിടത്തു നിന്നും ഇന്ത്യ ഒരുപാട് പുറകോട്ട് പോയ കാലയളവിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ 99 വർഷക്കാലം ഈ രാജ്യത്ത് പ്രവർത്തിച്ച RSS ഇന്ത്യയെ പുറകോട്ട് നടത്തുന്നതിന് വേണ്ടി നിരന്തര ശ്രമങ്ങളിലായിരുന്നെങ്കിൽ, കഴിഞ്ഞ 10 വർഷക്കാലം അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന രാജ്യത്തിന്റെ ഭരണകൂടം തന്നെ ഇന്ത്യയെ പുറകോട്ട് നടത്താൻ നേതൃത്വം കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്ത്യ മുന്നോട്ട് വെച്ച ലോകത്തിന് തന്നെ അഭിമാനമായ നിരവധിയായ ആശയങ്ങൾ, അവയെല്ലാം ദൈനംദിനം കാറ്റിൽ പറത്തപ്പെടുകയാണ്. ലോകത്തിന് മുൻപിൽ അഭിമാനമായി ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ കാഴ്ചപ്പാട് ഇന്ന് സമാനതകളില്ലാത്ത വിധം ആക്രമിക്കപ്പെടുന്നു. മതേതരത്വത്തെ തങ്ങളുടെ പ്രഥമ ശത്രുവായി പരിഗണിച്ച് നിരന്തരം മതേതര കാഴ്ചപ്പാടിനെതിരായിട്ടുള്ള ആക്രമണം RSS അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നു. എല്ലാ വൈവിധ്യങ്ങളെയും ഒരുപോലെ കണ്ട് ഉൾക്കൊണ്ടുപോകാൻ ഈ രാജ്യത്തിന് കരുത്തു നൽകുന്ന ഫെഡറൽ കാഴ്ചപ്പാട് നിരന്തരം വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യ എന്ന ആശയത്തെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടുന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തെ, ഈ രാജ്യത്തിന്റെ തന്നെ ഭാഗമല്ല ഇങ്ങനൊരു സംസ്ഥാനം എന്ന് കണ്ട് ആക്രമിക്കുന്നതിന് വേണ്ടി എല്ലാ ഫെഡറൽ കാഴ്ചപ്പാടുകളെയും വെല്ലുവിളിച്ച് കേന്ദ്ര ഗവൺമെന്റ് തന്നെ നിലയുറപ്പിച്ചതിന്റെ മുൻപെങ്ങും ചരിത്രത്തിൽ ദൃശ്യമല്ലാത്ത നിലയിലുള്ള സാഹചര്യം നമ്മുടെ മുൻപിൽ രൂപപ്പെടുകയാണ്. കേരളം ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് കേരളത്തോട് ഇത്ര ശത്രുത എന്ന ചോദ്യത്തിന് വിവിധങ്ങളായ കാരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൽ പ്രഥമ കാരണം സംഘപരിവാരത്തിന്റെ രൂപീകരണ കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ RSSന്റെ ആശയം ജനിക്കുന്ന ഘട്ടത്തിൽ തന്നെ തങ്ങൾ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ച രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസം, ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു രാഷ്ട്രീയ മുന്നണി കേരളത്തിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് ഈ നാടിനെ നയിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആദ്യമായി RSS കേരളത്തെ ശത്രുപക്ഷത്ത് നിലയുറപ്പിക്കാൻ കാരണം. 2, എല്ലായ്പ്പോഴും അവർ എതിർപക്ഷത്ത് കാണുന്ന മതേതരാശയത്തെ പിന്തുണയ്ക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അധിവസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം എന്നതാണ് രണ്ടാമത് ഈ നാടിനെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കാൻ കാരണം. മൂന്നാമതായി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ എന്ന ആശയത്തെ തകർക്കാൻ നിരന്തര ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ശ്രമങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ ചരിത്രത്തെ ഉയർത്തിപ്പിടിച്ച്, രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച്, ഇന്നലകളിലെ സമര പോരാട്ടങ്ങളുടെ ഓർമ്മകൾ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തുരുത്തായി ആദ്യം മാറുക കേരളമാണ് എന്നുള്ളത് കൊണ്ട് ഈ നാടിന്റെ സ്ഥാനം ശത്രുപക്ഷത്ത് തന്നെ ആയിരിക്കണം എന്ന് RSS ഉറപ്പുവരുത്തി. അങ്ങനെ ഉറപ്പുവരുത്തി കഴിഞ്ഞ 10 വർഷ കാലയളവിനിടയിൽ ഏതെല്ലാം വിധത്തിൽ ഈ നാടിനെ ആക്രമിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ ശ്രമങ്ങൾ ഉണ്ടായി എന്നതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. പല ഘട്ടത്തിലും സാമ്പത്തികമായി ഉൾപ്പെടെ ഈ നാടിനെ വരിഞ്ഞു മുറുക്കാൻ ശ്രമങ്ങൾ ഉണ്ടായി. അതിനൊക്കെ അപ്പുറം കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയെ ചലിക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം പരസ്യമായി നടത്തുക. കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത
140 നിയോജക മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾ അവരടങ്ങിയ കേരള നിയമസഭ, ആ നിയമസഭയെ കൊണ്ട് നിയമസഭയുടെ പ്രാഥമിക ഉത്തരവാദിത്വമായ നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതിന് പോലും അനുവദിക്കില്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണം. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയുടെ പ്രാഥമിക ഉത്തരവാദിത്വം ആ നാടിന്റെ, ആ സംസ്ഥാനത്തിന്റെ ഏറ്റവും നല്ല മുന്നോട്ട് പോക്കിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ CPIM-ന്റെ, CPI-യുടെ, മുസ്ലിം ലീഗിന്റെ, കോൺഗ്രസിന്റെ, കേരള കോൺഗ്രസിന്റെ, ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത 140 MLA-മാർ ഒരുമിച്ച് ചേർന്നിരുന്ന് നിർമ്മിച്ച നിയമങ്ങൾ, ഭരണഘടനാപരമായി നിർമ്മിച്ച നിയമങ്ങൾ, പാസാക്കിയ ബില്ലുകൾ, അവയിൽ ഒപ്പിട്ട ബില്ലുകളെ നിയമമാക്കി മാറ്റുക എന്ന ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കേണ്ടുന്നത് അതാത് സംസ്ഥാനങ്ങളുടെ ഗവർണർമാരാണ്. കേരളത്തിന്റെ ഗവർണറുടെ ഔദ്യോഗിക വസതിയിൽ രാജ്ഭവനിൽ ചെന്ന് അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിൽ കയറി തലയണ പൊക്കി നോക്കിയാൽ ഭരണഘടനാപരമായി കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ ഡസൻ കണക്കിന് ബില്ലുകൾ അതിൽ ഒപ്പുവെക്കാൻ തയ്യാറാകാതെ തലയണയ്ക്ക് കീഴിൽ അടവെച്ച് വിരിയാൻ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു നിയമനിർമ്മാണ സഭയുടെ വളരെ പ്രാഥമികമായ ഉത്തരവാദിത്വം ഭരണഘടനാപരമായി നിർവഹിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുക. ഈ നാടിന്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട്, ഉന്നത വിദ്യാഭ്യാസ മേഖലയുൾപ്പെടെയുള്ള ഈ നാടിന്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം അനുവദിക്കില്ല. അങ്ങനെ അനുവദിക്കാതിരിക്കുന്നതിനുള്ള, അകാരണമായി ബില്ലുകൾ നീണ്ടകാലത്തേക്ക് തടഞ്ഞു വെക്കുന്നതിനുള്ള അവകാശം, അധികാരം മേൽപ്പറഞ്ഞ കക്ഷിക്കുണ്ടോ? ഇല്ല. ഒന്നുകിൽ ഒപ്പിടണം, ഇല്ലെങ്കിൽ അത് തിരിച്ചയക്കണം. ഒപ്പിടാൻ ഒരുക്കല്ല, തിരിച്ചയക്കാൻ ഒരുക്കല്ല, തലയണയ്ക്ക് കീഴിൽ ഇങ്ങനെ വെക്കുക. രാജ്യത്തിന്റെ ചരിത്രത്തിൽ മുൻപില്ലാത്തവണ്ണം ഞങ്ങളുടെ നിയമനിർമ്മാണം നടത്താനുള്ള അവകാശം അനുവദിച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംസ്ഥാനത്തിന് നീതിപീഠങ്ങളെ നിരന്തരം സമീപിക്കേണ്ടുന്ന സാഹചര്യം രൂപപ്പെട്ടു വരികയാണ്. എല്ലാ ഭരണഘടനാ തത്വങ്ങളെയും കാറ്റിൽ പറത്തി ഈ നാടിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. അങ്ങനെ കേരളം മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. പോയ കാലത്ത് നമ്മൾ കണ്ടു, നമുക്ക് അവകാശപ്പെട്ട നികുതി വിഹിതം, കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതം തരാതെ തടഞ്ഞു വെക്കുക. അതിനെതിരെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് വേണം എന്ന് പറഞ്ഞ് ഒരു സംസ്ഥാന സർക്കാർ നിരന്തരം കോടതിയെ സമീപിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുക, നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുക. ഇന്ത്യൻ ഭരണഘടന പറഞ്ഞു വെച്ചിട്ടുണ്ട്, രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി നിശ്ചയിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ ഭരണഘടനയാണ്. എന്നാൽ അതും അട്ടിമറിക്കപ്പെടുകയാണ്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കത്രിക വെക്കപ്പെടുകയാണ്. ഈ നാടിന് അവകാശപ്പെട്ടത്, ഈ നാടിന് അർഹമായത് ചെയ്യാൻ അനുവദിക്കില്ല. അപ്പൊ നമ്മള് ചരിത്രത്തിൽ വിവിധ ഘട്ടങ്ങളിൽ പല സാമ്രാജ്യത്വ രാജ്യങ്ങളും ചെറു ശത്രു രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ട്. ഇന്നും ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ അമേരിക്കൻ ഉപരോധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും ആ രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യവുമായിട്ട്, രാജ്യത്തിന്റെ മുന്നോട്ട് പോക്ക് അനുവദിക്കാതിരിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട്. സമാനമായ നിലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് പോയ കാലത്ത് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞു പഠിച്ച ഇന്ത്യയിൽ എല്ലാ ഫെഡറൽ കാഴ്ചപ്പാടിനെയും വെല്ലുവിളിച്ച് ഒരു സംസ്ഥാനത്തിന് മേൽ ഉപരോധം ഏർപ്പെടുത്തുക, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക, ഈ നാടിന്റെ ഒരു ചലനവും അനുവദിക്കില്ല. ഈ നിലയിൽ സാമ്പത്തികമായി ഉപരോധിക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? സാമ്പത്തിക ഉപരോധം തീർക്കുന്നതിന്റെ ലക്ഷ്യം ഈ നാട്ടിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ, ആ സർക്കാർ നേതൃത്വം കൊടുത്ത് ഈ നാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അവ മുടങ്ങണം, അവ നടക്കാൻ വേണ്ടി പാടില്ല. ഈ നാടിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങണം, അവ നടക്കാൻ വേണ്ടി പാടില്ല. കഴിഞ്ഞ 8 വർഷക്കാലം കേരളത്തിലെ അവസാനത്തെ മനുഷ്യനും അറിയാം എങ്ങനെയാണ് കേരളത്തിന്റെ മുഖച്ഛായ മാറിയത് എന്നുള്ളതിനെ സംബന്ധിച്ച്. 8 വർഷം മുൻപുണ്ടായിരുന്ന കേരളം ഒരുപാട് പുറകിലൊന്നും ഇരുന്നില്ലല്ലോ, നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഉണ്ടായിരുന്നില്ലേ ഓരോ മേഖലയിലും എങ്ങനെയായിരുന്നു കേരളം എന്നുള്ളതിനെ സംബന്ധിച്ച്. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വ്യാവസായിക രംഗത്ത് ഓരോ മേഖല എടുത്ത് പരിശോധിച്ചു എങ്ങനെയായിരുന്നു 8 വർഷങ്ങൾക്ക് മുൻപത്തെ കേരളം. 8 വർഷം മുൻപ് കേരളത്തിൽ വലിയ സമരങ്ങള് നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട. നമുക്ക് ഓർമ്മ ഉണ്ടാകുമല്ലോ, മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന ക്ലാസ്സുകള്, സ്കൂളുകള്, ക്ലാസ് മുറികള്,
പഠിക്കുന്നതിനുള്ള സമാധാനപരമായി ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ഇരുന്ന് പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യവും പോയ കാലത്ത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നില്ല. 2016 മുൻപ് എന്റെ മകൻ അല്ലെങ്കിൽ മകൾ പഠിക്കുന്നത് ഒരു സർക്കാർ സ്കൂളിലാണ് എന്ന് പറയുന്നത് എന്തോ മോശപ്പെട്ട കാര്യമായി ചിന്തിച്ചിരുന്ന രക്ഷിതാക്കളുള്ള നാടായിരുന്നു കേരളം. എന്റെ കുട്ടി സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് പറയുന്നത് എന്തോ മോശപ്പെട്ട കാര്യമായി ചിന്തിച്ചിരുന്ന രക്ഷിതാക്കളുടെ നാടായിരുന്നു കേരളം. ഈ നാട്ടിലെ പൊതുവിദ്യാലയങ്ങൾ ലാഭകരമല്ല എന്ന പേരിൽ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ച ആളുകളായിരുന്നു 8 വർഷക്കാലത്തിന് മുൻപിൽ കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്നത്. ഓണപരീക്ഷ കഴിഞ്ഞാലും കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പാഠപുസ്തകം എത്താത്ത നാടിന്റെ പേരായിരുന്നു കേരളം. 8 കൊല്ലത്തിനിപ്പുറം കേരളം എങ്ങനെ മാറി എന്നത് കണ്ട ആളുകളാണ് നമ്മൾ. ഈ നാടിനകത്ത് നടന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യരെയും തൊട്ടു തലോടിക്കൊണ്ട് കടന്നുപോയത്. 2024 നമ്മൾ എത്തി നിൽക്കുമ്പോ എന്റെ മകനും മകളും സർക്കാർ സ്കൂളിലാണ്, പൊതുവിദ്യാലയത്തിലാണ് പഠിക്കുന്നത് എന്ന അഭിമാനത്തോടെ നാടിന് മുൻപിൽ പറയുന്ന രക്ഷിതാക്കളുടെ നാടാക്കി കേരളത്തെ മാറ്റിയെടുത്തതിന്റെ അനുഭവം ഞാനും നിങ്ങളും തൊട്ടറിഞ്ഞതാണ്. ഇന്ന് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഒന്ന് ഈ രാജ്യത്തെ വലിയൊരു ശതമാനം വരുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്ക് പ്രകാരം 12.5 ലക്ഷം വരുന്ന കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസം ലഭ്യമാകാതെ വിദ്യാഭ്യാസ ക്രമത്തിന്റെ പുറത്താണ് ഇന്ത്യയിൽ എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കത് പരിചിതമല്ല. പൊതുവിദ്യാലയങ്ങൾ കരുത്തുള്ളതായി മാറിയതിന്റെ ഭാഗമായി കരുത്തുറ്റ പൊതുവിദ്യാഭ്യാസ സംവിധാനം ഈ നാടിനകത്ത് കെട്ടിപ്പടുത്തതിന്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടക്കുന്നതിനിടയിൽ 6 വയസ്സ് പൂർത്തിയായി 1-ാം ക്ലാസ്സിൽ ചേരാത്ത ഒരൊറ്റ കുട്ടിയെ കാണാൻ സാധിക്കാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളം മാറി. കേരളത്തിന് പുറത്ത് ഒരു നാട്ടിലില്ല. മുഴുവൻ കുട്ടികളും സ്കൂളിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന 7.5 പതിറ്റാണ്ട് മുൻപേ ഇന്ത്യയിൽ മുന്നോട്ട് വെക്കപ്പെട്ട ഭരണഘടന ഉണ്ടല്ലോ, ഭരണഘടന പറഞ്ഞതുപോലെ മുഴുവൻ ആളുകൾക്കും സൗജന്യവും സാർവത്രികവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്താണ് എന്ന് പറഞ്ഞു വെച്ച ഭരണഘടന സ്വന്തമായിട്ടുണ്ടല്ലോ നമുക്ക്. 7.5 പതിറ്റാണ്ടിനിപ്പുറം ആ ഉത്തരവാദിത്വം നിർവഹിച്ച ഏക സംസ്ഥാനം ഇന്ത്യയിൽ കേരളമാണ് എന്നുള്ളിടത്താണ് ഈ നാടിന്റെ വികസന കുതിപ്പ് സാധ്യമായിട്ടുള്ളത്. അവിടെ ഒതുങ്ങുന്നുണ്ടോ? ഇല്ല. ഈ നാടിന്റെ ആരോഗ്യ സംവിധാനം, പൊതുജനാരോഗ്യ സംവിധാനം എങ്ങനെ മാറി എന്ന് കണ്ടറിഞ്ഞ ആളുകളല്ലേ നമ്മൾ. 8 കൊല്ലം മുൻപ് ജീവനിൽ കൊതിയുള്ള ഒരു അസുഖം വന്ന് സർക്കാർ ആശുപത്രി പോകുമായിരുന്നു. സർക്കാർ ആശുപത്രിയിൽ നമ്മുടെ പരിസരത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരു അസുഖം വന്നാൽ ജീവനിൽ കൊതിയുണ്ടതിന്റെ മനുഷ്യൻ പോയിരുന്നു. എന്തേലുണ്ടായിരുന്നു അവിടെ? ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടായിരുന്നു, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, മരുന്നുണ്ടായിരുന്നു, ലാബ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. 8 കൊല്ലത്തിനിപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളായും മെഡിക്കൽ കോളേജുകളില്, ജില്ലാ ആശുപത്രികളില്, താലൂക്ക് ആശുപത്രികളില് ഏറ്റവും മികച്ച ചികിത്സാ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്ന നിലയിലേക്ക്, വിവിധ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന നിലയിലേക്ക് നമ്മുടെ പൊതുജനാരോഗ്യ രംഗം മാറിയത് കണ്ട ആളുകളാണ് നമ്മൾ. പല ഘട്ടത്തിലും ഈ നാടിനകത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നാടിന്റെ മുൻപിലേക്ക് എത്തിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള മുഖ്യധാരാ വലതുപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെ നാടിന്റെ മുൻപിലേക്ക് എത്തിക്കാൻ മടിച്ചിരുന്ന ഘട്ടത്തിലായിരുന്നല്ലോ COVID-19 കടന്നു വന്നത്. ലോകത്തിന്റെ പല കോണുകളിലും വികസിത രാജ്യങ്ങളിൽ, മുതലാളിത്ത രാജ്യങ്ങളിലെ മനുഷ്യരിങ്ങനെ COVID-19 അതിജീവിക്കാൻ സാധ്യമാകാതെ തെരുവിൽ പിടഞ്ഞു വീണ് മരിച്ചപ്പോ ലോകത്തിലെ പല രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്ന് എന്തു ചെയ്യണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടി നിലവിളിച്ച സമയത്ത് ലോകം പറഞ്ഞു, അങ്ങ് ഇന്ത്യയുടെ തെക്കേ മൂലക്കകത്ത് കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനം. ആ നാടിനകത്ത് ലോകത്തിന് മാതൃകയാകുന്ന നിലയിൽ പൊതുജനാരോഗ്യ സംവിധാനം എങ്ങനെ എന്ന് നമുക്ക് കാണാം. അത് നമുക്ക് പാഠമായി കണ്ട് ലോകത്താകെ വ്യാപിപ്പിക്കാം. ഒരു ഭരണകൂടം, ഒരു ആരോഗ്യ സംവിധാനം എങ്ങനെയാണ് മികവുറ്റതായി മാറിയതെന്നും ആ നാട്ടിലെ ജനതയെ ഒരു മഹാവ്യാധിക്ക് മുൻപിലും മരണത്തിന് വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിച്ചതിന്റെ അനുഭവം എങ്ങനെയെന്ന് ലോകമാധ്യമങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന്റെ അനുഭവം നമ്മുടെ മുൻപിലില്ലേ? ഈ നാടിന്റെ വ്യാവസായിക രംഗവുമായി ബന്ധപ്പെട്ട് അടച്ചുപൂട്ടപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. 2016
ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ ലാഭത്തിലായിരുന്ന ഒരൊറ്റ പൊതുമേഖലാ സ്ഥാപനം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്ക് പറയുന്ന വസ്തുതയല്ലേ? 8 കൊല്ലത്തിനിപ്പുറം ഈ നാടിനകത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ നാടിന് കഴിഞ്ഞു, സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞു. ലക്ഷക്കണക്കിന് വരുന്ന സംരംഭകർ കേരളത്തിലേക്ക് എത്തി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം സംരംഭകരെ എത്തിക്കാൻ വേണ്ടി കഴിയുന്ന സംരംഭക സൗഹാർദ്ദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞു. ഇതിന്റെ ഒക്കെ അപ്പുറേ 8 കൊല്ലത്തിനിടയിൽ നമ്മൾ മറന്നുപോയൊരു വാക്കുണ്ട്. 8 കൊല്ലം മുൻപ് വരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഭാഗമായിരുന്ന വാക്ക നമ്മളൊന്ന് മറന്നുപോയി. പവർ കട്ട്, ലോഡ് ഷെഡിങ്. 8 കൊല്ലം മുൻപ് വരെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അരമണിക്കൂർ, 1 മണിക്കൂർ പ്രഖ്യാപിത പവർ ലോഡ് ഷെഡിങ്, അപ്രഖ്യാപിത പവർ കട്ട്, ഇതൊക്കെ മലയാളിയുടെ ജീവിതചര്യയുടെ ഭാഗമായിരുന്നു. 8 കൊല്ലം കൊണ്ട് എങ്ങനെയാണ് ആ വാക്ക് നമ്മൾ മറന്നുപോയത്? ഒരു നിമിഷം പോലും ഈ നാട്ടിലെ ജനതയെ ഇരുട്ടത്തു നിർത്താത്ത 8 വർഷക്കാലാണ് കടന്നുപോയത്. ഈ നാട്ടിലെ റോഡുകൾ, പാലങ്ങൾ, ഗതാഗത സൗകര്യം ഒക്കെ മാറിയത് കണ്ടത് നമ്മൾ 8 കൊല്ലം മുമ്പ് ഈ നാടിന്റെ പൊതുമരാമത്ത് വകുപ്പിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ, ഈ നാടിന്റെ റോഡുകളെ കുറിച്ച്, പാലങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന വാക്ക് പാലാരിവട്ടം പാലായിരുന്നു. 8 കൊല്ലം കൊണ്ട് എങ്ങനെ കേരളം മാറി എന്നത് അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് നമ്മൾ. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുക എന്നത് RSSന്റെ BJPയുടെ രാഷ്ട്രീയ പദ്ധതിയാണ്. ഈ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ വേണ്ട. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് നെടുനായകത്വം വഹിച്ച സംവിധാനമായിരുന്നല്ലോ കിഫ്ബിയെ തകർക്കാൻ വേണ്ടി നടന്ന ശ്രമങ്ങൾ നമ്മൾ കണ്ടതല്ലേ? കേരളത്തിൽ വികസന പ്രവർത്തനം വേണ്ട. ഇനി നമുക്ക് അവകാശപ്പെട്ട പല വികസന പ്രവർത്തനങ്ങളും ഈ നാടിനകത്ത് നടക്കുമ്പോൾ അതിനോടുള്ള സമീപനം എന്താ? ഇപ്പൊ ദേശീയപാത വികസനം ഏറ്റവും മികച്ച നിലയിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ഏത് ദേശീയപാത വികസനം? 2016 മുൻപിൽ കേരളത്തിലെ ദേശീയപാത വികസനം സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ച് ദേശീയപാത അതോറിറ്റി കേരളത്തിൽ സ്ഥാപിച്ചിരുന്ന ഓഫീസ് അടച്ചുപൂട്ടി തിരിച്ചു ഡൽഹിക്ക് വണ്ടി കയറിയെടുത്തതെന്ന് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലേറിയതിനു ശേഷം തിരിച്ചു വിളിച്ച് ഈ നാടിന് വികസനം വേണം എന്നാവശ്യപ്പെട്ടതിന്റെ ഭാഗമായി പുനരാരംഭിച്ച ദേശീയപാത വികസനം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുക. അങ്ങനെ ദേശീയപാത വികസനം ഈ നാടിനകത്ത് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോ ഇന്ത്യയിൽ ഒരുപാട് ദേശീയപാതകൾ വികസിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് ദേശീയപാതകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കേരളത്തിലെ ദേശീയപാത വികസനം എങ്ങനെ വ്യത്യസ്തമാകുന്നത്? മറ്റിടങ്ങളിൽ മുഴുവൻ ദേശീയപാത നിർമ്മിക്കേണ്ടതും വികസിപ്പിക്കേണ്ടതും ദേശീയപാത അതോറിറ്റിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലയാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും. പക്ഷെ കേരളം ഇന്ത്യയിലല്ലല്ലോ. കേരളത്തിലെ ദേശീയപാത വികസിപ്പിക്കണമെങ്കിൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള 4000 കോടി റുപ്യ ആര് കൊടുക്കണം? കേരള സർക്കാർ കൊടുക്കണം. അത് തമിഴ്നാട്ടിലില്ല, കർണാടകയിലില്ല, ആന്ധ്രയിലില്ല, മഹാരാഷ്ട്രയിലില്ല, ഗുജറാത്തിലില്ല, വേറെ എവിടെ ഇല്ല കേട്ടോ. വേറെ ഇന്ത്യയിൽ വേറെ എവിടെയില്ല. പക്ഷെ കേരളത്തിൽ ദേശീയപാത വികസിപ്പിക്കണമെങ്കിൽ കാശ് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അത് അവിടെ ഒതുങ്ങുന്നതല്ല. ഈ നാടിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നായ വിഴിഞ്ഞം തുറമുഖം, ഇന്ത്യയിൽ മറ്റെല്ലാ തുറമുഖങ്ങളും നിർമ്മിക്കപ്പെടുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുണ്ട്. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി മാറാൻ വേണ്ടി പോകുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ നൽകേണ്ടുന്ന 863 കോടി റുപ്യ അത് വിഹിതമല്ല, വേണമെങ്കിൽ കടായിട്ട് തരാം. ഇന്ത്യയിലെ മറ്റൊരു തുറമുഖത്തിനും കടമില്ല കേട്ടോ, അവിടെയൊക്കെ വിഹിതമാണ്. പക്ഷെ കേരളത്തിലാകുമ്പോ കടായിട്ട് തരാം. 863 കോടി റുപ്യ ഞങ്ങൾ തരാം, തിരിച്ച് 1300 കോടിയാക്കി തിരിച്ചു തരണം. ഈ നിലയിൽ കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും വേണ്ട, കേരളത്തിൽ ഒരു ക്ഷേമ പ്രവർത്തനവും വേണ്ട. ലോകത്തിന് മാതൃകയല്ലേ ലൈഫ്? 8 കൊല്ലം 5 ലക്ഷം വീടുകൾ, 8 വർഷം 5 ലക്ഷം വീടുകൾ. തങ്ങളുടെ ജീവിത കാലയളവിൽ അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ സമാധാനത്തോടെ ഒരു ദിനം കിടന്നുറങ്ങാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് ആശങ്കപ്പെട്ടിരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് തണലൊരുക്കിയ ലൈഫ് ലോകത്തിൽ എവിടെ? നാട്ടിലെ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയെ ഇത്രമേൽ മനോഹരമാക്കി അടയാളപ്പെടുത്തിയ മറ്റൊരു അനുഭവം ലോകത്തിൽ എവിടെയെങ്കിലും കാട്ടിത്തരാൻ വേണ്ടി സാധിക്കുമോ? ആ ലൈഫ് പ്രവർത്തനം മുടങ്ങണം, ലൈഫ് പദ്ധതി അവസാനിക്കണം. 2021 നമ്മളെ മുന്നിൽ അനുഭവമുണ്ട്. അന്നത്തെ UDF കൺവീനറാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, ഞങ്ങളെങ്ങാനും അധികാരത്തിൽ വന്നാൽ ആദ്യം ഞങ്ങൾ ലൈഫ് അടച്ചു പൂട്ടും. ഈ നാട്ടിലെ ജനത പറഞ്ഞു നിങ്ങൾ അധികാരത്തിൽ വരണ്ട. നേരത്തെ ജയറായിട്ട് സൂചിപ്പിച്ചു, ക്ഷേമ പ്രവർത്തനങ്ങൾ, ക്ഷേമ പെൻഷൻ 2016 മുൻപ് ഈ നാടിന് അനുഭവം ഉണ്ടെന്നേ. മാസങ്ങളോളം കുടിശ്ശികയായിരുന്ന ക്ഷേമ പെൻഷനുകൾ നേരത്തെ ജയറായിട്ട് സൂചിപ്പിച്ചിരുന്നല്ലോ. 80-ൽ ആദ്യമായി 45 രൂപ
ഈ രാജ്യത്തെ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ തീരുമാനിച്ച നായനാർ സർക്കാരിനെ സംബന്ധിച്ച് അന്ന് 45 രൂപ മാസം ഈ നാട്ടിലെ കർഷക തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പ്രഖ്യാപിക്കുമ്പോ അതിനെതിരെ സമരം ചെയ്ത ആളുകളാണ് ഈ നാട്ടിലെ കോൺഗ്രസ് ലീഗ്. ഈ നാട്ടിലെ കോൺഗ്രസ് അതിനെതിരെ സമരം ചെയ്ത ആളുകളാണ്. അന്ന് അവര് പറഞ്ഞത് പെൻഷനൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കും ഉള്ളതാണ്. ഈ നാട്ടിലെ തൂമ്പ പിടിക്കുന്നവന് പെൻഷൻ കൊടുക്കുന്നു. ഈ നാട്ടില് തൂമ്പ പിടിക്കുന്നവന് പെൻഷൻ കൊടുക്കുന്നത് ഈ നാടിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കും എന്ന് പറഞ്ഞ ആളുകളാണ് ഈ നാട്ടിലെ കോൺഗ്രസ്, അന്നത്തെ പ്രതിപക്ഷം. ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യന്റെയും ജീവിത സാഹചര്യം കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റണം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇച്ഛാശക്തിയാണ് ഇന്നും ക്ഷേമ പെൻഷൻ 1600 രൂപയാക്കിയും വരും നാളുകളിൽ അത് വർദ്ധിപ്പിച്ചും ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യന്റെയും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തണം എന്ന കാഴ്ചപ്പാടുമായി ഈ നാട്ടിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. പറഞ്ഞല്ലോ, വലിയ പ്രചരണമാണല്ലോ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ നമ്മൾ പരാജയപ്പെട്ടു. ഇതാ കഴിഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷം അവസാനിച്ചു. കേരളത്തിലെ ഇടതുപക്ഷം കഴിഞ്ഞു എന്ന നിലയിലാണല്ലോ ഈ നാടിനകത്തുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വലിയ പരാജയം ഉണ്ടായി, തർക്കമൊന്നുമില്ല. പക്ഷെ ഇതിനേക്കാൾ വലിയ പരാജയമായിരുന്നല്ലോ 2019 നമ്മൾ നേരിട്ടത്. ഇതിനേക്കാൾ വലിയ പരാജയം 2019 നമ്മൾ 19 സീറ്റിലും പരാജയപ്പെട്ടു. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ വോട്ട് ഷെയർ പരിശോധിച്ചാൽ അന്ന് നമുക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ആകെ 16 നിയമസഭാ മണ്ഡലത്തിലാണ്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് നിൽക്കുമ്പോ നമുക്ക് ആകെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 140-ൽ 16 നിയോജക മണ്ഡലത്തിലാണ്. 2024 നമുക്ക് 18 ഇടത്തിൽ ലീഡുണ്ട് കേട്ടോ. അന്ന് 16 ആയിരുന്നെങ്കിൽ 2024 നമുക്ക് 18 ഇടത്ത് ലീഡുണ്ട്. അന്ന് 19-ലും കേരളത്തിനകത്ത് ഇടതുപക്ഷം അവസാനിച്ചു. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ എന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ച മനുഷ്യരുണ്ട്. ആളുകളുടെ മുൻപിലെ 2021 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത്. ഇന്ന് ഓർമ്മ ഉണ്ടാകും നിങ്ങൾക്ക് ഓരോരുത്തർക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന്റെ തൊട്ടു തലേന്നാൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വാർത്ത ഇപ്രകാരമായിരുന്നു. ആ വാർത്തയുടെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: തർക്കം പരിഹരിച്ചു ഫോർമുലയായി. എന്തായിരുന്നു തർക്കം? തർക്കം ആരായിരിക്കണം അടുത്ത കേരള മുഖ്യമന്ത്രി എന്നതിനെ കുറിച്ചായിരുന്നു തർക്കം. ക്യാബിനറ്റ് ഒക്കെ തീരുമാനിച്ചു, ആരൊക്കെയാണ് മന്ത്രിമാർ എല്ലാം തീരുമാനിച്ചു. അവിടെ ഈ അരീക്കോട്ടുന്ന് ചില യൂത്ത് കോൺഗ്രസ്സുകാരി മന്ത്രിയുടെ സ്റ്റാഫിലെടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ DCC പ്രസിഡന്റ് കത്തുമായിട്ട് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയ ആളുകളുണ്ട്. ഇവിടുത്തെ യൂത്ത് ലീഗുകാർ യൂത്ത് കോൺഗ്രസ്സുകാരും 2021 മന്ത്രിയുടെ സ്റ്റാഫിലേക്ക് എടുക്കണം പറഞ്ഞ് കത്തുമായിട്ട് വണ്ടി കയറി ട്രെയിൻ കയറി തർക്കം പരിഹരിച്ചു. തർക്കം ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളതിനെ സംബന്ധിച്ച് സമവായായി, ഫോർമുലയായി. എന്തായിരുന്നു ഫോർമുല? 2.5 കൊല്ലം ഉമ്മൻചാണ്ടി, ശേഷം 2.5 കൊല്ലം രമേശ് ചെന്നിത്തല. ഫോർമുലയായി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചിടത്താണ് കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ തങ്ങളുടെ ജനഹിതം അടയാളപ്പെടുത്തി ഈ നാടിനെ നയിക്കാൻ. എവിടെ? തൊട്ട് മുൻപത്തെ 1.5 കൊല്ലം മുൻപത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേവലം 16 സീറ്റിൽ മാത്രം ലീഡ് കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ 91-ൽ നിന്നും 99 സീറ്റിലേക്ക് തെരഞ്ഞെടുത്തുകൊണ്ട് ഈ നാടിന്റെ മുന്നോട്ട് പോക്കിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതി എന്ന തീരുമാനം ഈ നാടെടുത്തത്. അതെന്തിന്റെ പുറത്താ? ഈ നാട്ടിലെ മനുഷ്യർക്കറിയാം കേരളത്തിലെ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. അങ്ങനെ വീണ്ടും ചരിത്രം എഴുതിക്കൊണ്ട് അധികാരത്തിലേക്ക് വന്ന രണ്ടാം ഇടതുപക്ഷ ഗവൺമെന്റ്, രണ്ടാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യം മന്ത്രിസഭാ യോഗം ചേർന്ന് ആ മന്ത്രിസഭാ യോഗത്തിലെടുത്ത ആദ്യ തീരുമാനം ശേഷം മാധ്യമങ്ങളെ കണ്ട് മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചു. ആ തീരുമാനം എന്തായിരുന്നു? ആ തീരുമാനാണ് നേരത്തെ ജയരാട്ടൻ പറഞ്ഞില്ലേ, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വിളിച്ചു ചേർത്ത് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്ന തീരുമാനം. ആ തീരുമാനം മറ്റൊന്നുമായിരുന്നില്ല. കേരളത്തിലെ പരമദരിദ്രരായ മനുഷ്യർ, ദരിദ്ര സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കണക്കെടുപ്പ് നടത്തി
ഈ സർക്കാരിന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം, ഈ സർക്കാരിന്റെ ആദ്യത്തെ ദൗത്യം, ഈ സർക്കാരിന്റെ പ്രഥമ പരിഗണന കേരളത്തിൽ പരമദരിദ്രരായ മനുഷ്യർ ഇല്ലാതാവുക എന്നുള്ളതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തി പല വികസിത രാജ്യങ്ങൾക്ക് പോലും സാധ്യമാകാത്ത നിലയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തി ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് കേരളത്തിലെ അവസാനത്തെ മനുഷ്യനെയും കൈപിടിച്ചുയർത്തുക എന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ദൗത്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരമേറ്റെടുത്തത്. പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഏതു വിധേനയും ആക്രമിച്ചില്ലാതാക്കുന്നതിന് വേണ്ടി ചുറ്റുമുള്ള മുള്ളുമുരിക്ക് മൂർഖൻ പാമ്പുകൾ സർവത്ര എണ്ണം ഒരുമിച്ച് നിന്ന് ആക്രമിച്ചു തകർക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മുടെ സമ്മേളനങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ സർക്കാരിനെ, ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഒരു മണൽ തരി എറിഞ്ഞു പോലും നോവിക്കാൻ അനുവദിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ നാടിന്റെ തെരുവുകളിൽ സമര വളണ്ടിയർമാരായി നിലയുറപ്പിക്കുന്നതിനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ഏറ്റെടുക്കുന്നതിനുള്ള കരുത്താണ് ഈ സമ്മേളന കാലയളവ് നമുക്ക് നൽകേണ്ടത്. പ്രിയമുള്ളവരെ, കേരളത്തെ പുറകോട്ടു നടത്തിയവർക്കല്ല, കേരളത്തെ കൈപിടിച്ചുയർത്തിയവർക്ക്, കേരളത്തെ കരുത്തോടെ മുന്നോട്ട് നയിച്ചവർക്ക്, ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യന്റെയും കണ്ണീരൊപ്പുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ദൗത്യം എന്ന് പ്രഖ്യാപിച്ചവർക്ക്, മതവർഗീയതയോട് സന്ധിയില്ലെന്ന് പ്രഖ്യാപിച്ചവർക്ക്, മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം, കലർപ്പില്ലാതെ തൊട്ടപ്പുറത്തിരിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കേണ്ടുന്നതിന്റെ രാഷ്ട്രീയം ഈ നാടിനോട് ആവർത്തിച്ച് സമ്മതിച്ചുകൊണ്ടിരിക്കാൻ നമുക്കേ സാധ്യമാകൂ എന്നുള്ളത് കൊണ്ട് ഈ നാടിനെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൊട്ടേഷൻ എടുത്ത ഒരു കൂട്ടത്തെയും മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ ദൗത്യമാണ്. ആ രാഷ്ട്രീയ ദൗത്യത്തിന് തടയിടുന്നതിന് വേണ്ടിയാണ് നേരത്തെ സൂചിപ്പിച്ച വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി RSSന്റെ കൈ ഒരു കൈ കൊണ്ട് പിടിച്ച് മറുകൈ SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും പകുത്തു കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ UDF ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രതിരോധം നമ്മൾ ഉയർത്തുന്നത് നിങ്ങൾക്ക് സൗകര്യമുള്ള ആളുകളുടെ തോളെ കൈയിട്ടോ നമ്മളെ വിഷയമല്ല. കേരളത്തിലെ കോൺഗ്രസും ലീഗും അവർക്ക് സൗകര്യമുള്ള ആളുകളുടെ തോളെ കൈയിട്ടോട്ടെ. അവർക്ക് സൗകര്യമുള്ള ആളുകളുടെ പോക്കറ്റിൽ കിടക്കുന്ന കപ്പലണ്ടി മിഠായി വാങ്ങിയെടുത്ത് കുറച്ചുകൊള്ളട്ടെ, നമുക്ക് വിഷയമല്ല. പക്ഷേ കേരളത്തിന്റെ മുഖ്യധാരയിൽ ഈ നാട് അകറ്റി നിർത്തിയിട്ടുള്ള RSSനെ, SDPIയെ, ജമാഅത്ത് ഇസ്ലാമിയെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി വെള്ളപൂശിട്ട് ഇവരങ്ങനെ അകറ്റി നിർത്തേണ്ട ആളുകളൊന്നല്ലട്ടോ, വേണമെങ്കിൽ ഒരു കസേര വലിച്ചിട്ട് കൊടുക്കാം എന്ന പൊതുബോധം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമുണ്ടല്ലോ, ആ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാടിന്റെ മുൻപിൽ ആവർത്തിച്ചു പറയുന്നത്. പറയണ്ടല്ലോ, ഈ അടുത്ത് നമ്മുടെ മുൻപിൽ അനുഭവമല്ലേ, കേരളത്തിൽ എവിടെയെങ്കിലും BJP ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറ്റുള്ള വോട്ടും കൊണ്ടല്ലാണ്ട് എങ്ങനെയും ജയിച്ചിട്ടുണ്ടോ? 2024 ഈ നാട്ടിലെ മതേതര വിശ്വാസികൾ ആകെ കരഞ്ഞു, ആകെ പ്രയാസപ്പെട്ടു. തൃശ്ശൂർ BJP ജയിക്കുന്ന ഘട്ടത്തിൽ 86,000 വോട്ടാണ് ഇറ്റങ്ങൾ മറിച്ചു കൊടുത്തത്. ആ 86,000 കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടല്ലാതെ BJPക്ക് ജയിക്കാൻ സാധ്യമാണോ? സിറ്റിംഗ് സീറ്റ് ഒന്നാമതുണ്ടായിരുന്നിടത്തുനിന്ന് 3ാം സ്ഥാനത്തേക്ക് മാറി ആ BJP എന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്ത ആളുകൾ കേരളത്തിലെ കോൺഗ്രസ് 2016 നിയമത്ത് ജയിച്ചു. 2 തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ UDFന്റെ മാറിയ വോട്ട് എത്ര അറിയാം? 40,000 വോട്ട്. 2 തെരഞ്ഞെടുപ്പിൽ UDFന്റെ മാറിയ വോട്ട് 40,000 വോട്ട്. ആ 40,000 വോട്ട് കൊണ്ടുപോയി BJPക്ക് കൊടുത്തിട്ട് BJPന്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയത്. ഇപ്പൊ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടല്ലാതെ കേരളത്തിൽ എവിടെയും BJPക്ക് ജയിക്കാൻ സാധ്യല്ല. അവർ ജയിച്ചിട്ടില്ല, ഇനിട്ട് ജയിക്കാനും പോണില്ല. കാരണം ഈ നാടിന്റെ മതേതര രാഷ്ട്രീയമാണ്. അങ്ങനെ BJP ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പാർലമെന്റിൽ എത്തിക്കുക, ഇടയ്ക്കൊന്ന് നിയമസഭയിൽ എത്തിക്കുന്നതിന് നാടിനോട് പറയാ വല്ലപ്പോഴൊക്കെ വോട്ട് ചെയ്തോട്ടോ, കുഴപ്പമില്ല, അങ്ങനെ വോട്ട് ചെയ്യാൻ കൊള്ളാവുന്നവരൊക്കെയാണ്, അങ്ങനെ മോശപ്പെട്ടവരൊന്നല്ല എന്ന് പറയാണ് നാടിനോട്. ഇടയ്ക്ക് ഓരോ സീറ്റിൽ ജയിപ്പിച്ചു കൊടുത്തിട്ട് ഇതേ പണിയാണ് നാടിനെ ഭിന്നിപ്പിക്കുന്നതിന്റെ ഭാഗമായി, മതരാഷ്ട്രവാദം ഉയർത്തുന്നതിന്റെ ഭാഗമായി നാടൊറ്റപ്പെടുത്തിയ SDPIയെ, ജമാഅത്തെ ഇസ്ലാമിയെ,
കൊണ്ടുവന്ന് നിർത്താണ് തൊട്ടിപ്പുറത്ത് നിന്ന്. ഇവരങ്ങനെ അകറ്റി നിർത്തേണ്ട ആളുകളല്ല. ആ വെള്ളപൂശൽ കേരളത്തിന്റെ മണ്ണിൽ അനുവദിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഖ്യാപനം. ആ വെള്ളപൂശൽ വർഗീയവാദികളെ അടുപ്പിക്കാൻ കൊള്ളാവുന്നവരാണ്. അവരുടെ ആപ്പീസ് കയറി നിരങ്ങിയാൽ കുഴപ്പമില്ല, നല്ല തഴമ്പൂരും എന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഈ നാടിന് മുൻപിൽ അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രഖ്യാപന. ആ രാഷ്ട്രീയം ഞങ്ങൾ ആവർത്തിച്ച് ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയുമ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ RSSനെതിരെ പറഞ്ഞപ്പോ പറഞ്ഞു, അയ്യോ ഒരു മതന്യൂനപക്ഷങ്ങൾ എങ്ങനെ സുഖിപ്പിക്കുകയാണ്, പതപ്പിക്കുകയാണ്. മുസ്ലിം പ്രീണനം നടത്തുകയാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറഞ്ഞത് ഈ നാട്ടിലെ RSSും BJP അല്ലട്ടോ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാ. അത് കഴിഞ്ഞ് ഇവർ SDPI ജമാഅത്ത് ഇസ്ലാമിയെ മടിയിലിരുത്തുന്ന ഘട്ടത്തിൽ അതിനെതിരെ നിലപാട് സ്വീകരിച്ചപ്പോ പറയാ ഒരു ഭൂരിപക്ഷ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുക. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ നാടിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കലർപ്പില്ലാത്ത രാഷ്ട്രീയം ഈ നാടിന്റെ ഓരോ തെരുവിലും നിന്ന് അവസാനത്തെ മനുഷ്യരോടും നിരന്തരം സംവദിച്ചുകൊണ്ടാ. ആ രാഷ്ട്രീയത്തിൽ കലർപ്പുണ്ടാകാത്തിടത്തോളം കാലം ഈ നാട്ടിൽ ഞങ്ങൾക്ക് ഭയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യവുമില്ല. ഈ നാടിനെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ, ഈ നാടിനെ തകർക്കാൻ നടക്കുന്ന ഒരു ശ്രമത്തെയും അനുവദിക്കില്ല എന്ന് ഈ നാടിന് മുൻപിൽ ആവർത്തിച്ചു വിളിച്ചു പറയുമ്പോ നിങ്ങൾ ഞങ്ങളെ എവിടെ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിച്ചാലും അതല്ല വസ്തുത എന്ന് ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യർക്കും അറിയാം എന്ന കരുത്തിലാ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നാസർക്ക് ഉൾപ്പെടെയുള്ള നിരവധിയായ സഖാക്കള് സംസാരിക്കുന്നതിന് വേണ്ടിയുണ്ട്. വളരെ ഗൗരവകരമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയൊരു സമരമുന്നണി ഈ നാടിനകത്ത് കെട്ടിപ്പടുക്കേണ്ടുന്ന ഘട്ടത്തിലാണ് നമ്മുടെ സമ്മേളനം അവസാനിക്കാൻ വേണ്ടി പോകുന്നത്. പ്രിയമുള്ളവരെ, ആ മഹാസമരത്തിൽ അരീക്കോട്ട മതനിരപേക്ഷ ചേരിയിൽ അണിനിരക്കുന്ന അവസാനത്തെ മനുഷ്യരെയും ഈ സമരമുന്നണിയിൽ എത്തിക്കുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വം ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അവസാനത്തെ മതേതരവാദിയെയും ജനാധിപത്യവാദിയെയും ഈ ചെങ്കൊടി തണലിൽ അണിനിരത്തുക എന്ന രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കുന്നതിനുള്ള കരുത്ത് ഈ ഏരിയ സമ്മേളനം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. സ്നേഹാഭിവാദ്യങ്ങൾ.